ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു ശതാബ്ദി ആഘോഷമാണ്. എൻ്റെ ഡാൻസ് ഗുരുവായ അബാദേട്ടൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മയെപ്പോലൊന്നും അല്ല, വീട്ടിലെ അംഗം പോലെ തന്നെയാണ്, എന്നാലും അമ്മായിയമ്മയുടെ ശതാബ്ദിയാണ്. അപ്പോൾ അതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അതിന് ഞാൻ വന്നിട്ട് ഞാൻ വെളിയിൽ നിൽക്കുന്നത്, ഞാൻ അകത്തോട്ട് കയറിയിട്ടില്ല. വ്ളോഗ് ഇപ്പോഴാണ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അപ്പോൾ അവിടെ ലൈറ്റ് ഇല്ല, അപ്പോൾ ഞാൻ അകത്തോട്ട് കയറുന്നതും ഒക്കെ കാണിച്ചു തരാം. ഞാനൊരു സെറ്റും മുണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ നിന്ന് ഫുഡ് അടി. അപ്പോൾ അത് കാരണം ഇന്ന് ഞാൻ ഫ്ലാറ്റിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയ സമയത്ത് കുറച്ച് ചിക്കൻ ഇവിടത്തേക്ക് വാങ്ങിച്ചായിരുന്നു. അതൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. എല്ലാം ഞാൻ കാണിച്ചു തരാം. ഹാപ്പി ബർത്ത്ഡേ. എന്താണ് ബർത്ത്ഡേ പരിപാടി? രാവിലെ അമ്പലത്തിൽ പോയാൽ അമ്പലത്തിൽ പോയി, ഡോക്ടറിന്റെ പോയി. ബർത്ത്ഡേ ആയിട്ടും ഡോക്ടറെ കണ്ടു. കാണാൻ പറ്റൂലല്ലോ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ. ലേഡി ബർത്ത്ഡേ ലേഡി സമ്മതിച്ചു. എന്ത് ഇവിടുത്തെ ലേഡി എവിടെ? എന്റെ മോ പണിയെടുത്ത് കരയാ. പറഞ്ഞൂടെ നിനക്ക്? ഇതിനറിയോ? അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ അതിനൊന്നും മനസ്സിലായി. ഗൈസ്, ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ഷെഫ് അവ ചേച്ചി. കേട്ടോ, ചിക്കൻ കറി. ഇദ്ദേഹത്തിന്റെ ഡിഫറെന്റ് കലാവിരുത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. പക്ഷെ മെയിൻ ഐറ്റങ്ങൾ ബേക്കിംഗ് ഐറ്റംസ് ആണ്. അത് കാണിച്ചു തരാൻ ഇവിടെ വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ. ഈ ചിക്കൻ കറിയുടെ പേരെന്താണ്? ചിക്കൻ ചുക്കേ. ഓക്കേ. കണ്ടോ, അബാദേട്ടൻ്റെ വീട്ടിലെ ഫൗണ്ടൈൻ കണ്ടോ? ഭാവിയിൽ ഞാനൊരു വീട് വെക്കുമ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. കണ്ടോ, ഇതല്ല ഇവരുടെ രണ്ടുപേരുടെയും പരിപാടികളാണ്. എടാ, ഇത് തന്നെയാണോ ഇത്? കയ്യിലെന്നെ കുന്തു. പഠിക്കും എന്നാണ് ഇവരെ ഇല്ലാത്ത വിദ്യാഭ്യാസം. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. വിദ്യാഭ്യാസമില്ലാത്ത ആട്ടിടയനായ രമണം പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? ശകലകലാവല്ലഭൻ. നീ വരരുതും, അത് നിന്നെ ഒരിക്കൽ കൊണ്ടുപോവാം, അതിന് സമയമുണ്ട്, അന്ന് നിന്നെ കൊണ്ടുപോകാന്നാണ് രമണം പറഞ്ഞത് അല്ലേ? ഇവരെ ഇല്ലാത്ത ആള്, വിദ്യാഭ്യാസം ഇല്ലാത്ത ആള്, ഒരു വിദ്യാഭ്യാസമുള്ള ഉന്നത പുലർത്തിയാതെയായ ഒരു സ്ത്രീയോട് പറഞ്ഞത് എന്താണ്? കോമൺ സെൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല, അന്നുള്ള ആ നിലവാരത്തിൽ ഈ രമണന്റെ നിലവാരം മാനസിക നിലവാരമാണ്. ബർത്ത്ഡേ ഗേൾ മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയായി. ഹാപ്പി ബർത്ത്ഡേ ഇവിടെ റെഡിയായി. നല്ല ഇൻട്രൊഡക്ഷൻ. ഇത്രയും നേരം നമ്മൾ അബാദേട്ടനെ കാണിച്ചില്ലായിരുന്നു. കറക്റ്റ് ആ നട്ട് കിട്ടി. കേട്ടോ, നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ബാ, ഫുഡ് കഴിക്കാം. ഇതന്നെ ഫ്രൈഡ് റൈസ്. തുറക്കാം. ഞാൻ ഇന്ന് ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കനും. എന്താ അല്ലേ, യോഗം തന്നെ. അതാ രാജയോഗം തന്നെ. ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. അബാദിന്റെ 101ാമത്തെ ബർത്ത്ഡേ. എന്റെ 101ാമത്തെ ബർത്ത്ഡേക്ക് 4 ലഡു തന്ന് പറ്റിക്കുന്നു. ഗൈസ്, ഇന്ന് തീറ്റ മാത്രമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടം. എന്താ ചിക്കൻ കൊണ്ടാട്ടം അല്ല, വേറെ ചുക്ക.
എനിക്ക് ജലദോഷം ആയതുകൊണ്ട് ചുക്ക് വെക്കാൻ. ഇത് അനൂപിന്റെ സ്പെഷ്യൽ ആയിട്ട് ഹോട്ടൽ മാനേജ് പഠിച്ച അനൂപിന്റെ അതെ സെലിബ്രിറ്റി അനൂപിന്റെ സാലഡ്. നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. ഇവിടെ കല്യാണ ചെറുക്കൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അവന്റെ അഹങ്കാരം കണ്ട അവനാണ് ഇവിടുത്തെ ഏതോ വലിയ ഞാനല്ല കേട്ടോ. ഞാൻ ഒരു തവണ ഗിഫ്റ്റ് കൊടുത്തതാണ്. ക്യാമറമാൻ ഫ്ലോപ്പ്. അത് കാരണം ഒന്നുകൂടെ കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ. ഇനി കാലഘട്ടത്തിന് മുമ്പേ ഗിഫ്റ്റ് കൊടുത്തവരൊക്കെ പൊക്കോണ്ട് ഇത് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായി. എന്നാ പിന്നെ ഞാനും കൊടുക്കാന്ന് ഒട്ടും വൈകിപ്പിക്കണ്ട. എല്ലാരും കൊടുക്കുന്നത് എന്നാ ഞാനും കൊടുക്കാം. ഓ എനിക്ക് വയ്യ. ഗസ്റ്റ് നടന്നു.